അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, പോകാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് അറിയണം എന്നുള്ളവരൊക്കെ നമ്മുടെ കൂടെ കൂടിക്കോളൂ. നമ്മൾ വയനാട് ടു കാശ്മീരിലേക്കാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നല്ല ഒരു സന്തോഷത്തോടു കൂടിയാണ്. കാരണം നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്നത് നമ്മുടെ കൊച്ചു ചാനലാണെങ്കിലും അതിലൊക്കെ ഇടാറുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ നിന്ന് കാശ്മീരിലേക്കാണ്. കാശ്മീരിലേക്ക് യാത്ര പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും യാത്ര ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ റോഡ് സേഫ്റ്റിന്റെ ഒരു മെസ്സേജോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമാണ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യണം, അതിനുള്ള സെറ്റപ്പ് ഇല്ല, വാഹനങ്ങളില്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ള ധാരണയുണ്ട്. ആ ധാരണയെ മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, പോകാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് അറിയണം എന്നുള്ളവരൊക്കെ നമ്മുടെ കൂടെ കൂടിക്കോളൂ. നമ്മൾ വയനാട് ടു കാശ്മീരിലേക്കാണ്. യാത്രകളിൽ നമുക്കിന്ന് എന്താണ് നമ്മുടെ അടുത്തുള്ള വണ്ടി എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെയും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. പോകുന്ന വഴിയിൽ നമുക്ക് ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഈ മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ച് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒപ്പം ഉണ്ടാവില്ല, എന്തായാലും ഒപ്പം ഉണ്ടാകുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ കാശ്മീരി 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 പൈസ കുറച്ച് കൂടിട്ടോ. അപ്പൊ നമ്മളെന്തായാലും യാത്ര പോവാണ്, നമ്മുടെ കൂടെ കൂടിക്കോളൂ. ലത്തീഫിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനൊരു മെക്കാനിക്കാണ്. ഞാൻ ഇവിടെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് വണ്ടി നന്നാക്കുന്നതും ഇൻഡസ്ട്രി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇവിടെ തന്നെയാണ്. പിന്നെ ഇത് ഞാൻ ഇവിടെ പണിയുടെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ നമ്മുടെ സുഹൃത്തുണ്ട് യൂസുഫ് ഖാ, മൂപ്പർ എപ്പോഴും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം മൂപ്പരോട് ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, യൂസുഫ് ഖാ നമുക്ക് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ദൂരെ യാത്ര പോയാലോ. അപ്പോൾ യൂസുഫ് പറഞ്ഞു നമ്മൾ പോയിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിച്ച് വരാനുള്ള രീതിക്കാണെങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ റഷീദ് ഞാനും ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാട്ടോ. ഞങ്ങൾ ഇവര് സ്പെയർ പാർട്സ് കച്ചവടമായിരുന്നു മധ്യ ടൗണിൽ, ഞാൻ മെക്കാനിക്ക്. അങ്ങനെ അത്രയും അടുത്തടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ റഷീദിനെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഞങ്ങൾ റഷീദിനെയും ഞങ്ങൾ ഇതിലേക്ക് പറഞ്ഞു. അപ്പം 3 പേരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഇത് കൂട്ടായി പ്രവർത്തിച്ച് അത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കാശ്മീരിൽ പോയിട്ട് വരും. അതായത് നമ്മളൊരു കാരണം ആഗ്രഹിച്ച് മുന്നോട്ട് നിന്നാൽ നമുക്ക് മുന്നിൽ വേറൊന്നും തടസ്സങ്ങൾ വരില്ല. നമ്മൾ ആഗ്രഹിച്ച് അത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവിടെ എത്തിച്ചേരും. റോഡപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയിൽ പല ഭാഗങ്ങളിലും നമ്മളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ഹെവൻ ഫാമിലി അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചെയ്യേണ്ട, ഓരോ മലയാളികളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ഒരു യാത്ര പോവുകയാണ്. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 400 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ളൂ. ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു ഏജിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഏജൊക്കെ കഴിഞ്ഞാൽ ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ മാക്സിമം ആയിട്ടുണ്ട് പരിമിതിക്കുള്ളിൽ. അവരെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ഫ്രം ഗ്രീൻ ഹെവൻ.